ഹായ് ഗൈസ്, എൻ്റെ പേര് സിജു കുര്യടൻ ശ്രീകുമാർ എന്നാണ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കപ്പലിൻ്റെ റീസ്റ്റോറേഷൻ ആണ് കേട്ടോ. കപ്പലിൻ്റെ റീസ്റ്റോറേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ അത്ഭുതപ്പെടുന്നുണ്ടാവും. കാരണം സാധാരണ കപ്പൽ കേട് വന്നു കഴിഞ്ഞാൽ പൊളിച്ച് കളയും പതിവ്, പൊളിച്ച് വിൽക്കും. അതായത് അതിലെ ഇരുമ്പ് ഭാഗങ്ങൾ, തുരുമ്പ് ഇതായിട്ടുള്ള ഇതുകൾക്കൊക്കെ വിൽക്കും ഉരുക്കാനുള്ളതിന്. പിന്നെ അതിൻ്റെ സീറ്റും മറ്റുള്ള ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ മറ്റുള്ള ഇതുകൾക്ക് വിൽക്കും. അങ്ങനെ എല്ലാ സാധനം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പൊളിച്ച് വിൽക്കും പതിവ്. പക്ഷേ കപ്പലിൻ്റെ റീസ്റ്റോറേഷൻ പലരും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കപ്പലിൻ്റെ റീസ്റ്റോറേഷൻ. അപ്പോൾ നിങ്ങൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഇത് കണ്ടപ്പോൾ. അപ്പോൾ കപ്പലിൻ്റെ റീസ്റ്റോറേഷനാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് റീസ്റ്റോർ ചെയ്യണത്, എന്താണ് ഇത്രയും ബുദ്ധിമുട്ട് റീസ്റ്റോർ ചെയ്യണതെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ കാണുമ്പോൾ ഇത് രസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് കാണിക്കാം കേട്ടോ. ആദ്യം അവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കപ്പലിനെ മൊത്തം ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് കപ്പലിൻ്റെ എന്തൊക്കെ ഭാഗങ്ങളാണോ കേടുപാടുകളൊക്കെ മാറ്റാനുള്ളത്, തുരുമ്പെടുത്ത ഭാഗങ്ങൾ എന്തൊക്കെ വെട്ടി കുറച്ച് ശരിയാക്കണം, വെൽഡ് ചെയ്ത് മാറ്റണം എന്നൊക്കെ നോക്കും. അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം തന്നെ കപ്പലിനെ ഒരു ഡോക്കിലേക്ക് മാറ്റും. കപ്പൽ പണിയാനുള്ള സ്ഥലമാണ് ഈ ഡോക്ക്, അതിൻ്റെ ഒരു ഡോക്ക്. അതിൽ വെള്ളം മാറ്റിയതിന് ശേഷം വെള്ളം തുറന്നു വിടും. അപ്പോൾ അതിന് കപ്പലിനെ മൊത്തം കാണാൻ പറ്റും, താഴ്ന്നോട്ട് മോൾ ഭാഗം വരെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് അവരെല്ലാവരും കൂടിയിട്ട് വെള്ളം അടിച്ചിട്ട് അതിൻ്റെ ആൾക്കാർ വെള്ളം അടിച്ചിട്ടല്ല കേട്ടോ, കപ്പലുമേക്ക് വെള്ളം അടിച്ചിട്ടാ. വെള്ളം അടിച്ചിട്ട് അതൊക്കെ ക്ലീൻ ആക്കും. അതിന് വിൻഡോകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ വിൻഡോകളൊക്കെ മാറ്റും, തുരുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. അതിന് സീറ്റൊക്കെ മാറ്റും, മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റിക്കളയും, ഫൈബർ മാറ്റിക്കളയും. അങ്ങനെ എല്ലാം മൊത്തത്തിൽ വയറുകളൊക്കെ കേടുവന്നൊക്കെ മാറ്റിക്കളഞ്ഞ് വേണ്ട കാര്യങ്ങളൊക്കെ മാറ്റും. എഞ്ചിനൊക്കെ നോക്കും. എഞ്ചിൻ കണ്ടാൽ പേടി വിട്ടെ. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ 3 ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ വലുപ്പമുണ്ട്. അങ്ങനെ തുറന്നു നടക്കുമ്പോഴല്ലേ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഉണ്ട്, തുരുമ്പെടുത്ത ഇതൊക്കെ കളയാനുള്ളതാണ്, പെയിൻറ്റൊക്കെ കളയാനുള്ളതാണ്. അടിപൊളി സംവിധാനം അത്. ഇത് വെള്ളം കൊണ്ടൊന്നും അല്ലാട്ടത്, വേറെ സംവിധാനം കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അപ്പോൾ എന്നിട്ട് കപ്പലിൻ്റെ ഇതൊക്കെ പൊളിച്ച് ക്ലീനാക്കി എല്ലാം ചെയ്ത് തുരുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതേ വെയിറ്റിലുള്ളത് സാധനം കട്ട് ചെയ്ത് പിടിപ്പിക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമില്ല, മാർക്ക് ചെയ്ത് നോക്കുക. ഇത് ചെയ്തിട്ട് ചെയ്തില്ലെങ്കിൽ കനം കൂടുകയോ കനം കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. കപ്പൽ ഒരു സൈഡിലേക്ക് ചെരിയാൻ തുടങ്ങും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ പോലും വലുപ്പമോ കനം കൂടാൻ പാടില്ല. അപ്പോൾ ഒരു സൈഡിലേക്ക് കനം കൂടി കഴിഞ്ഞാൽ കപ്പൽ ആ സൈഡിലേക്ക് ചെരിയും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് മൊത്തം അളന്ന് നോക്കി എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്, റീസ്റ്റോർ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും. അങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ കപ്പൽ ഒരു സുന്ദര കുട്ടപ്പനാവും. നോക്കിക്കോളാം കേട്ടോ. ഇനി ഉള്ളിലത്തെ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കും, അവിടെ ലീക്ക് ഉണ്ടോ ഉണ്ട്. അപ്പോൾ പുറം ഭാഗം നോക്കി നല്ല സുന്ദര കുട്ടപ്പനായില്ലേ. അത് ഞാൻ എഞ്ചിൻ റൂമിലേക്ക് ഇറന്നൊക്കെ എഞ്ചിൻ റൂമിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എഞ്ചിൻ കണ്ടാൽ തന്നെ പേടിയാവും. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഭയങ്കര വലുപ്പമുള്ള എഞ്ചിൻ ക്രെയിൻ വെച്ച് പൊന്തിച്ച് അതിൻ്റെ പിസ്റ്റണുകളൊക്കെ നല്ലതല്ലേ എന്ന് നോക്കി പിസ്റ്റണൊക്കെ അളന്ന് ഇതാക്കി ആക്കി അതിൻ്റെ കണ്ടീഷനൊക്കെ ചെയ്ത് ബെയറിങ്ങൊക്കെ വെച്ച് ഗിയർ ബോക്സ് ആട്ടെ ഞാൻ കണ്ടത്. ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ വലുപ്പമുണ്ട് ഗിയർ ബോക്സ്, അത്ര വലുത്. അതൊക്കെ ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഉണ്ടാകും എഞ്ചിൻ റൂം കുട്ടപ്പനായി. ഇപ്പോൾ സുന്ദര കുട്ടപ്പനായി കണ്ടു കഴിഞ്ഞാൽ കിണ്ണം കാച്ചി പോലെ ഉണ്ട്. പുതിയതല്ലാന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ, അതുപോലെ ആക്കി എടുത്തു. വേണ്ട, ഫാക്ടറിയുടെ ഉൾഭാഗം പോലെ ഉണ്ട്. അത് ഞാൻ നാവിഗേഷൻ സിസ്റ്റം ഒക്കെ റെഡിയാക്കണം. നാവിഗേഷൻ സിസ്റ്റം പുതിയതാക്കി, പണ്ട് പഴയ മാനുവൽ ആയിരുന്നല്ലോ, ഇപ്പോൾ ഡിജിറ്റലിലേക്ക് മാറ്റിയെടുത്തവർ. അതിൻ്റെ പ്ലംബിംഗ് ഒക്കെ പുതിയതാക്കി, എല്ലാ സാധനങ്ങളും പുതുക്കിയവർ. വേണ്ട, ഇത് ആൾക്കാർക്ക് താമസിക്കാനുള്ള റൂമുകൾ അതൊക്കെ ക്രൂസ് ഷിപ്പാണല്ലോ, പിന്നെ ഇത് ക്രൂയിസിന് താമസിക്കാനുള്ളത് അങ്ങനെ ഇതൊക്കെ ആക്കി, വിൻഡോകളൊക്കെ പുതുക്കി എല്ലാ കാര്യങ്ങളും പുതിയതാക്കി, എല്ലാം പുതിയതാക്കി. ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ ആക്കി എല്ലാം പുതിയ കിണ്ണം കാച്ചി. അപ്പോൾ ഇത് ഞാൻ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, എന്തിനാണ് ഷിപ്പ് ഇങ്ങനെ അവർ റീസ്റ്റോർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും ഇതാക്കിയിട്ട് സാധനം പൊളിച്ച് കളയുന്ന വരും. കാരണം വെച്ചാൽ പഴയ ഷിപ്പുകൾക്ക് ഓൾറെഡി അതിമൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. നമ്മുടെ കാറിൻ്റെ ബസ്സിനൊക്കെ ഉള്ള പോലെ തന്നെ രജിസ്ട്രേഷൻ ഷിപ്പുകൾക്കും വേണം. പുതിയത് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റ്നസ് വാങ്ങണം, NOC വാങ്ങണം. ഉണ്ടാക്കിയ സ്ഥലത്ത് NOC ഫിറ്റ്നസ്, അവിടുത്തെ രജിസ്ട്രേഷൻ, അത് എവിടെയാണോ ഏത് രാജ്യത്താണ് രജിസ്റ്റർ ചെയ്യാൻ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടുന്ന് രജിസ്റ്റർ ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലോ, ഇന്ത്യയിൽ ആഫ്രിക്കയിൽ അവിടെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ഫിറ്റ്നസ് NOC അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളുണ്ട് ഇപ്പോൾ പുതിയത് ഉണ്ടാക്കി ഇതാക്കുമ്പോൾ. അപ്പോൾ അത് ഭയങ്കര ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ച കേട്ടോ, അത് അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇത് മുഴുവൻ 100% ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതാണ് എന്താ കാരണം എന്നുള്ളതിൻ്റെ. അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതിയിട്ടാണ്. അപ്പോൾ ഇത് എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പഴയ കപ്പലിൽ എന്ന് പറഞ്ഞാൽ വെറും 10% വില താഴെ, അതായത് പുതിയ കപ്പലിൻ്റെ 10%-നേക്കാളും താഴെ വിലയ്ക്ക് ഇത് വാങ്ങാൻ പറ്റും. 10% പോലും വരില്ല, 5% വിലയ്ക്ക് വാങ്ങാൻ പറ്റും. വാങ്ങിച്ചതിന് ശേഷം അവർ അതിന് മൊത്തം റീസ്റ്റോർ ചെയ്ത് എല്ലാ ചിലവും കൂടിയിട്ട് ഒരു 20% വരുള്ളൂ മാക്സിമം പറയണത്. കഴിഞ്ഞ് വെറും ഒരു ഫിറ്റ്നസ് വാങ്ങിച്ചാൽ മതി. നമ്മൾ ഏത് രാജ്യത്താണ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു ഫിറ്റ്നസ് വീണ്ടും വാങ്ങിക്കുക. കപ്പൽ ഉപയോഗിക്കാൻ യോഗ്യമാണെന്നുള്ള രീതിയിൽ ഒരു ഫിറ്റ്നസ് വാങ്ങിച്ചാൽ വീണ്ടും ഇതിനെ ഇറക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ റീസ്റ്റോറേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയാൽ എനിക്ക് കണ്ട് കഴിഞ്ഞാൽ കിണ്ണം കാച്ചി പോലെയില്ലേ, കണ്ടാൽ പറയും ഇത് പഴയ കപ്പലായിരുന്നു. ഇനി ഇതിന് പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴല്ലോ എല്ലാം പുതുക്കാനാവും. നോക്കിയാൽ പുതിയ കപ്പലായി, എല്ലാ സാധനങ്ങളും പുതിയത് പിടിപ്പിച്ച് പുതിയ കപ്പലായി. ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ പറയുമോ ഇത് പഴയ കപ്പലാണെന്നുള്ളത്. നോക്കിയാൽ അടിപൊളിയായി, കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊതിയാവും. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ പുതിയ കപ്പൽ പോലെ നോക്കിയാൽ.
അല്ല പുതിയ കപ്പൽ പോലെ ഇപ്പോൾ കണ്ടാൽ പറയാ പഴയ തുരുമ്പ് പിടിച്ച കപ്പലായിരുന്നു. അപ്പോൾ ശരി കേട്ടോ, താങ്ക് യു കേട്ടോ. ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കിട്ടാ, കുഴപ്പമൊന്നുമില്ല.